അയ്യോ മേരെ, ഇവരുടെ മ്യൂസിക് ശരിക്കും അടിപൊളിയായിട്ടുണ്ടല്ലേ? പുലിയുടെ ഉറുമൽ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ സിംഹത്തിന്റെ ഗർജനയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. സേനിപ്പോ കോടിവേടിൽ പറയുന്നത് അവര് നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഇവര് വരുന്നതിന് മുമ്പ് ഒരാൾ പാടിയില്ലേ, അത് നന്നായിട്ടുണ്ടെന്നാ. മ്യൂസിഷ്യൻസ് ഇവിടെ പെർഫോം ചെയ്യുമ്പോ നമ്മൾ അങ്ങോട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. ഈ ബിഹേവിയറിനെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അൺഅക്സെപ്റ്റബിൾ. ടോണി ബോസ് ഇവിടെ ഉള്ളപ്പോ വേറൊരാള് ടെൻഷൻ ആവുകയോ? അത് ടോണി ബോസിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. കള്ളം പറഞ്ഞ് എല്ലാരെയും പറ്റിക്കുന്ന ടോണി ബോസ് ഇടികൊള്ളുന്ന തോന്നുന്നേ. ആണോ? ഇപ്പൊ ആരുടെ നേർക്ക എല്ലാ അറ്റൻഷനും വരാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പറയേ, ഈ ടോണിയോട് കളിച്ചാണ്ടല്ലോ. കൊള്ളാം കൊള്ളാം. നിന്റെ പിയാനോ പ്ലേയിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കലക്കി. പിന്നെ നിങ്ങള് റോൾ നമ്പർ 4 and 20 നിങ്ങളാണോ തബല വായിച്ചത്, അതോ നിങ്ങളെ ആരെങ്കിലും എടുത്തിട്ട് തബല വായിച്ചോ? ആ കാര്യത്തിൽ ഞാനൊരല്പം കൺഫ്യൂസ്ഡ് ആണ്. ഏതായാലും കോമ്പറ്റീഷൻ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ പോയിട്ട് അടുത്ത വർഷം വരും. താങ്ക് യു ട്വിങ്കിൾ. അങ്ങനെ ഈ വർഷത്തെ സൺസിറ്റിയുടെ മ്യൂസിക് ചാമ്പ്യൻ സംഗീത് സക്കേല, അതായത് ഞാൻ. എത്തിക്കഴിഞ്ഞു സംഗീത് സക്കേല. സൺസിറ്റി മൊത്തം ഞാൻ എന്തേതാക്കി മാറ്റും. സംഗീത് സക്കേല, അതായത് ഞാൻ എത്തിക്കഴിഞ്ഞു. സംഗീത് സക്കേല, ഈ സൺസിറ്റി മൊത്തം ഞാൻ എന്റേതാക്കി മാറ്റും. ഇവിടെ ചാമ്പ്യൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. നോക്കൂ മിസ്റ്റർ, നിങ്ങളിപ്പോ ചെയ്യുന്നത് വളരെ വലിയ റോങ്ങാ. അഥവാ നിങ്ങൾക്ക് ചാമ്പ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം പെർഫോം ചെയ്ത് റൈറ്റ് ആയ കാര്യം ചെയ്യൂ. ഞാൻ നിങ്ങളെ പോലുള്ള മ്യൂസീഷ്യൻസിന്റെ ഒപ്പം ചേർന്ന് പെർഫോം ചെയ്യാനോ? എടാ ചെക്ക, ഞാൻ എല്ലാവർക്കും ഗുരുവാണ്. എന്റെ പേരാണ് സംഗീത് സക്കേല. ഞാൻ എല്ലാവരെയും എന്റെ അടിമകളാക്കി മാറ്റും. അയ്യോ, താൻ ഒരു ബാഡ് മ്യൂസിഷ്യൻ ആണ്. തനിക്ക് മ്യൂസിക്കിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല. അത് എങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഇന്ന പിടിച്ചോ, ഓടിപ്പോ ഇവിടുന്ന്. ജനങ്ങൾ കാറ്റ് ഉപയോഗിച്ച് മ്യൂസിക് ഉണ്ടാക്കും. പക്ഷെ മ്യൂസിക്കിൽ കൂടി കാറ്റുണ്ടാക്കുന്നവനാണ് ഞാൻ. ഇതാ കണ്ടോ? നീ ഇതെന്താണ് ഈ പറയുന്നത്? സമ്മതിച്ചു, നീ തന്നെയാണ് ചാമ്പ്യൻ എന്ന് സമ്മതിച്ചു. ഇന്ന് നിന്റെ പ്രൈസ്. ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. നൈസ് മീറ്റിംഗ് യു. നെവർ സീ യു അഗൈൻ. ബൈ. ഞാൻ ഈ പണ്ടാര പ്രൈസ് വാങ്ങാനല്ല വന്നത്. ഞാൻ നിങ്ങൾ എല്ലാവരെയും എന്റെ അടിമയാക്കി മാറ്റാൻ വന്നതാണ്.
ഇനി സൺസിറ്റി ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. ഹഹാ. ഞാൻ എല്ലാവരുടെയും ഗുരു. നിങ്ങൾ എല്ലാവരുടെയും എന്റെ ശിഷ്യന്മാരായി മാറും. ഞങ്ങളുടെ സൺസിറ്റിയിൽ ആരും ആരെയും റോൾ ചെയ്യാറില്ല. ഇവിടെ ഡെമോക്രസിയാണ്. നീ വേണമെങ്കിൽ ഇലക്ഷനിൽ നിൽക്ക്. വോട്ട് കിട്ടുകയാണെങ്കിൽ നിനക്കും മേയർ ആവാം. ഈഷ്, കിക്കോ മോനെ, നീ ഇതെന്താണ് ഈ പറയുന്നത്? ആരും ഒരു അക്ഷരം മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. എനിക്ക് വോട്ടിലല്ല നോട്ടിലാണ് ഇൻട്രസ്റ്റ്. ഞാൻ മേയറായി കഴിഞ്ഞാൽ സൺസിറ്റിയുടെ ഖജനാവിന്റെ ചാവി എന്റെ കയ്യിൽ വന്നിരിക്കും. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എല്ലാവരും എന്നെ മേയറായി കാണണം. ഹഹാ. പിന്നെ ഞാൻ സൺസിറ്റിയിൽ കൊള്ളയടിക്കാനുള്ള ജോലി തുടങ്ങും. വേഗം ചെയ്യ്, എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഹഹാ. തബലയിൽ കൈവച്ച് തട്ടിയാൽ ടപ് ടപ് എന്ന് ശബ്ദം വരും. ഇവിടെ കിടന്ന് കൂടുതൽ അഭ്യാസം കാണിച്ചാലേ ഞാൻ എടുത്തിട്ട് ചവിട്ടി പഞ്ചറാക്കും, മനസ്സിലായോ? ഊരടിയും ഇടി പോലെ വന്ന് വീഴും. നീ ഇവിടുന്ന് പറന്നു പോകും. ഇതെന്തായി പറയുന്നത്? നേരെ കോടിവേടി പറയുന്നത്. നീ ഇവിടുന്ന് ഓടിപ്പോന്ന നല്ലത്. സാർ നിന്നെ എടുത്തിട്ട് പെരുമാറും, ആടിച്ച് നിന്നെ പഞ്ചറാക്കും. ആരെ പഞ്ചറാക്കാനാ? നിന്നെ തന്നെയാ പറഞ്ഞത്. എന്നെ അത്ര പെട്ടെന്നൊന്നും ആർക്കും പഞ്ചറാക്കാൻ പറ്റില്ല. ആരെങ്കിലും അറ്റാക്കാൻ വന്നാൽ പോലും അവർക്ക് എന്നെ ടച്ച് ചെയ്യാൻ പറ്റില്ല. നീ ഇപ്പൊ എന്നെ ദേഷ്യപ്പെടുത്തിരിക്കാണ്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോന്നെ നോക്കിക്കോ. സംഗീത് സത്കേല, നീ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവൻ വെച്ച് കളിച്ചത് വളരെ വലിയ തെറ്റാ. മര്യാദക്ക് നീ സറണ്ടർ ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യേ. ചെക്ക, നീ എന്താ കരുതിയത്? എന്റെ കൈവശമുള്ള ആയുധം ഇത് മാത്രമാണെന്ന് കരുതിയോ? ഇന്ന് ഇതിൽ നിന്നും ആദ്യം രക്ഷപ്പെട്ട് കാണിക്കേ. ഇപ്പോൾ എന്റെ ഹാർമോണിയത്തിന്റെ പവർ എന്താന്ന് കാണിച്ചു തരാം. ഇതിന്റെ പേര് മാത്രമാണ് ഹാർമോണിയം. വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഡിസ്ഹാർമണി പടർന്നു പകരാൻ തുടങ്ങും. ഞാൻ ഈ സംഗീത് സത്കേലയെ ഡീൽ ചെയ്യാനായിട്ട് സൂപ്പർ സ്പീഡോയെ ഉടനെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം ആ 7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, എത്രയും പെട്ടെന്ന് നമുക്ക് സംഗീത് സത്കേലയെ പിടിക്കണം. ഓക്കെ ബ്രോ, എന്നാ പിടിച്ചേക്കാം. പിടിച്ചിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാം. അങ്ങനെയല്ല പടി, ആദ്യം അവന്റെ മ്യൂസിക് നിർത്തണം. എന്റെ ഭഗവാനെ, ഇവന്റെ മ്യൂസിക് കേട്ട് എന്റെ ചെവി രണ്ടും പൊട്ടുമെന്നാണ് തോന്നുന്നത്. ട്രീറ്റ്മെന്റ് പോലെയാണ്. സൂപ്പർ സ്പീഡോ, കറണ്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 374. അത് ആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ കിക്കോ, അല്ലെങ്കിൽ ഈ കറണ്ട് ഷോക്ക് കാരണം എന്റെ ബാലൻസ് തെറ്റിപ്പോവും. വുഡ് ഈസ് ദ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി അവന്റെ കറണ്ട് കളി തീർന്നു. എന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 585. ഗുഡ് ഐഡിയ ബ്രോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 585. ഇതുവരെ ഞാൻ കാണിച്ചത് വെറും ട്രെയിലർ മാത്രമാണ്. അടുത്ത പ്രാവശ്യം ടോട്ടൽ പിക്ചർ കാണിച്ചേക്കാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇല്ലാതാക്കും. അയ്യോ മേയറെ, അത് വെറും ഒരു പ്രാവാണെന്നേ. നിങ്ങൾ മ്യൂസിഷ്യനെ കണ്ട് എന്തിനെങ്ങനെ പേടിച്ചു വരയ്ക്കുന്നേ? ഈഷ്, ഞാനോ പേടിയോ? ഞാൻ ആരെ കണ്ട് പേടിക്കാറില്ല. ഒരു പക്ഷെ ഐസ്ക്രീമിൽ ക്രീം ഇല്ലെങ്കിൽ അത് ഒന്നിനും കൊള്ളില്ല, പച്ചവെള്ളം പോലെ ഇരിക്കും. അത് വെച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാനാവില്ല. എന്താ മനസ്സിലായോ? അയ്യോ, ഇയാൾ എന്താ പിച്ചിന്റെയും പറയുന്നേ? സാറ് കോടിവേടി പറഞ്ഞതേ. അഥവാ മേയർ സാറിന് പേടിയൊന്നും തോന്നിയില്ലെങ്കില് എന്തിനാ അത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നേ? ഈഷ്, ടെൻഷൻ അടിക്കുന്നുണ്ടോ? അതും എനിക്കോ? അല്ല, നിങ്ങൾ
നിങ്ങൾ എന്തിനാ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നേ? അല്ല അത് പിന്നെ ഞാൻ മാജിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ എപ്പോഴെങ്കിലും എന്റെ മുമ്പിൽ വന്നാൽ അവൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വിളിക്കാതിരിക്കുമ്പോ കുയിൽ എന്തിനാ കൂന്ന് പാടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ ഇതെന്തായി വീണ്ടും പറയുന്നത്? സാരിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം അയാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലെങ്കിലേ നമുക്ക് ഈ ബോഡി ഗാർഡിനെ പുറത്തേക്ക് പറഞ്ഞയച്ചേക്കാം. വേണ്ട, അവരൊക്കെ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ സേഫ് ആയിട്ടിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നതേ, ഇവര് 4 പേർക്കും തന്നെ സെക്യൂരിറ്റി ആവശ്യമുണ്ടാവുമല്ലോ അല്ലേ? അതായത് കിക്കോ ഓൾറെഡി അത് പുറത്തല്ലേ? ശരിയാ, അവൻ പുറത്തുനിന്നെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്ക. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ആ ഷഡ്കല ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അവനെ ടൈറ്റ് ചെയ്തേക്കാം. കീക്കോ, അടുത്ത ആഴ്ച നമ്മുടെ ആനുവൽ കാർണിവൽ ആണ്. അവിടെ എപ്പോഴും ബെസ്റ്റ് മ്യൂസീഷ്യൻസിന്റെ കോമ്പറ്റീഷൻസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം സംഗീത് ചക്കേല എല്ലാം നശിപ്പിച്ചു. അല്ല ട്വിങ്കിൾ, കാർണിവലിൽ നമ്മുടെ മ്യൂസീഷ്യൻ തീർച്ചയായും പെർഫോം ചെയ്യും. സംഗീത് സർക്കേല തെറ്റായ കാര്യങ്ങൾ ചെയ്ത് സംഗീതം മൊത്തം നശിപ്പിക്കാൻ ശ്രമിക്കുക. എന്റെ ദൈവമേ, എന്നാ പിന്നെ അവനെ മ്യൂസീഷ്യൻ എന്ന് പറയരുത്. ഹാർമോണിയം വായിക്കുമ്പോ നമ്മളെ കാതുകളുടെ ഹാർമോണി മൊത്തം നഷ്ടപ്പെടുകയാണ്. മ്യൂസിക്കിന് പകരം ഇലക്ട്രിസിറ്റിയാണ് അവൻ പാസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാൻ ഇഡ്ഡലി കഴിച്ചോട്ടെ. ഇനി ആർക്കും എന്റെ ഇത് രക്ഷപ്പെടാനാവില്ല. സംഗീതം കൊണ്ട് പകരം വീട്ടാൻ ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു സംഗീത് ചക്കേല. സൺ സിറ്റി മൊത്തം ഞാൻ എന്റേതാക്കി മാറ്റും. ഇന്നലെ നിങ്ങൾ കണ്ടത് വെറും ട്രെയിലറാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടോട്ടൽ പിക്ചറും കാണിച്ചേക്കാം. ഇങ്ങോട്ട് വരൂ മിസ്റ്റർ മേയർ, ഇതിൽ സൈൻ ചെയ്യ്. സൈൻ ചെയ്യാനോ? ഞാൻ എങ്ങനെയാ സൈൻ ചെയ്യേണ്ടതെന്ന് തന്നെ മറന്നുപോയി. എനിക്കിപ്പോ എന്റെ പേര് പോലും ശരിക്കും ഓർമ്മയില്ല. അല്ല, എന്റെ പേരെന്താണ്? പേര് പോലും ഇപ്പൊ മറന്നുപോയി. മമ്മി, സൈൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിന്റെ തമ്പിന്റെ പ്രിന്റ് മതി. എന്നെ നിങ്ങൾ തമ്പ്രിന്റ് ഇടുന്ന ആളെന്ന് കരുതിയോ? ഇതിലിപ്പോ എന്താണ് എഴുതിയിരിക്കുന്നത്? നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേയർ സാറേ. നിങ്ങൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. എങ്കിൽ നിങ്ങൾ ഞാൻ പുതിയ മേയർ ആവുന്നതിൽ ഒരു ഒബ്ജക്ഷനും ഇല്ലെന്നർത്ഥം. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്, ടോട്ടൽ ഒബ്ജക്ഷൻ ഉണ്ട്. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എത്ര പപ്പടം വിറ്റിട്ടുണ്ടെന്ന് അറിയുമോ? ഇപ്പൊ താൻ പറഞ്ഞ പപ്പടമൊക്കെ പൊരിച്ച് തിന്നാനുള്ള സമയമായടോ. കാരണം ഈ പേപ്പർ ഇപ്പൊ കാണിച്ചിട്ട് ഞാൻ മറ്റുള്ള കൺട്രിക്ക് സൺ സിറ്റിയുടെ എല്ലാ മൈൻസും ഫാംസ് എല്ലാം വിറ്റ് കാശാക്കും. ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യാനാവില്ല. തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യും. ആരെന്നെ തടഞ്ഞു നിർത്തും? നീ തുടർച്ചയായി തെറ്റുകൾ ചെയ്തോണ്ടിരിക്കുക സംഗീത് സർക്കേല. ഇനി മര്യാദയ്ക്ക് സറണ്ടർ ആയിട്ട് റൈറ്റ് ആയ കാര്യങ്ങൾ ചെയ്യ്. നീ ചെറുതായിട്ട് ഒരു കിക്ക് പാസ് ചെയ്താൽ ഞാൻ അങ്ങ് സറണ്ടർ ആവുമെന്ന് വിചാരിച്ചോടാ പീളിച്ചക്ക. നീ ഇപ്പൊ നോക്കിക്കോ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്ക്. അതേതായാലും കലക്കി. ഒരുപക്ഷെ അവനെ ഡോക്യുമെന്റ് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ വളരെ വലിയ വിഷമങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമായിരുന്നു. മേയറങ്കിൾ, ഗാർഡ്സിനോട് ഇയാളെ പിടിച്ച് കെട്ടിയിടാൻ പറയേ. എങ്കിലേ ഇവൻ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അടുത്തേക്ക് പോവാതിരിക്കൂ. എടാ, നീ ഇപ്പൊ എല്ലാ ഇൻസ്ട്രുമെന്റ്സും എന്നിൽ നിന്നും വേർപെടുത്തിയിരിക്കുകയാണ്. പക്ഷെ എന്റെ വായിക്കകത്തുള്ള ഇൻസ്ട്രുമെന്റ് നീ എങ്ങനെ വേർപെടുത്തും? ഇപ്പൊ നോക്കിക്കോ എന്റെ സ്മോക്ക് വിസിലിന്റെ പവർ. അവനെ ഡോക്യുമെന്റ് കൊണ്ട് പോയല്ലോ. മേയറങ്കിൾ, അങ്കിൾ വിഷമിക്കണ്ട. അവനിപ്പോ ഒരുപാട് ദൂരെയൊന്നും പോയിട്ടുണ്ടാവില്ല. ഞാൻ അവനെ ഫോളോ ചെയ്തിട്ട് ആ ഡോക്യുമെന്റ്സ് വീണ്ടെടുത്തോണ്ട് വരാം. എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുത്തെ റൂളറായി മാറണം. നിനക്ക് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടാ ചെക്ക. ഇപ്പൊ ആദ്യം ഈ ഡോക്യുമെന്റ്സ് വെച്ച് കുറച്ച് കാശുണ്ടാക്കണം.
ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മളെ സംഗീത് സത്കേലെ പിടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് സൺസിറ്റിയുടെ ഡോക്യുമെന്റ്സ് തിരിച്ചെടുക്കണം. ഓക്കെ ബ്രോ. ഇവനെ എടുത്തിട്ട് പന്താടാൻ എന്റെ അകത്തുള്ള മ്യൂസീഷ്യൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 177. ഓക്കെ ബ്രോ. സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ഫോർമുല നമ്പർ 374 വീണ്ടും അപ്ലൈ ചെയ്തേ പറ്റുന്ന തോന്നുന്നത് ബഡി. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 374. ഏതായാലും ഇലക്ട്രിക് റേസിനെ നീ തടുത്തു നിർത്തി. ഒരു പക്ഷേ അതിനോടൊപ്പം മാഗ്നറ്റിക് റേസും വന്നാൽ നീ എന്ത് ചെയ്യും? സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 444. സോറി കിക്കോ, ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് കാരണം എന്റെ കൺട്രോൾ സിസ്റ്റം കുറച്ച് ഡാമേജ് ആയിരിക്കാണ്. പ്രശ്നം എന്താണെന്ന് ഞാൻ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കണം. എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം കിക്കോ. തെറ്റ് എന്റേതാണ്. ഞാൻ നിന്നെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ ടോട്ടൽ പ്രിപ്പറേഷനോടെ തിരിച്ചെത്തും. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ എന്റെ അടിമകളാക്കി മാറ്റും. താങ്ക് യു കിക്കോ. നീ കൃത്യസമയത്ത് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ആ ചക്കല എടുത്തിട്ട് ചവിട്ടി പഞ്ചറാക്കിയേനെ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പേടിച്ചോണ്ട് വിറച്ച് നിൽക്കല്ലായിരുന്നോ? അല്ല, അത് പിന്നെ തണുപ്പ് കാരണമാണ് ഇവിടുന്ന് വിറച്ചോണ്ടിരുന്നത്. ഈ പ്രായത്തിൽ അടിപിടി കൂടുന്നത് ഒന്നും തന്നെ എനിക്ക് ചേരാത്ത പണിയാണ്. അല്ലെങ്കിൽ ഞാൻ പിയാനോ വായിച്ച് വീണ്ടും വായിച്ച് ഹാർമോണിയമാക്കി മാറ്റിയെടുത്തേനെ. കാര്യമായിട്ട് പറയണോ മേരങ്കൾ? പിന്നെ അല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ പ്രാവുകൾ വന്ന് വീഴട്ടെ. കണ്ടോളൂ. മമ്മി, എനിക്ക് തോന്നുന്നത് വീണ്ടും നിങ്ങൾ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്നാ. വിൻഡോസ് മാത്രം ക്ലോസ് ചെയ്ത് വെച്ചേക്കൂ. ആവശ്യമില്ലാതെ തന്നെ പേടിപ്പിച്ചു കളഞ്ഞു. പ്രാവിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ പൊന്നു മേയർ സാറേ, ഇനി നിങ്ങൾ ഇങ്ങനെ പേടിച്ചു വരയ്ക്കേണ്ട കാര്യമില്ല. ഇനി അവൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അങ്ങനെ അല്ല ടെമ്പോ അണ്ണ, നാളെ മുതൽ കാർണിവൽ തുടങ്ങാണ്. അവൻ തീർച്ചയായും തിരിച്ചെത്തും. ടോട്ടൽ പ്ലാനിങ്ങോടെ എത്തും. അതുകൊണ്ട് നമുക്കും ഒരുപാട് പ്ലാനിങ് ചെയ്യാനുണ്ട്. ഇത്തവണ അവൻ രക്ഷപ്പെടാൻ നമ്മൾ ചാൻസ് കൊടുക്കരുത്. മേരങ്കൾ, നിങ്ങൾ ഈ ട്രക്സ് എല്ലാം നന്നായി ചെക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? കീക്കോ മോനെ, ചട്പട്ട് ഇവിടെയുള്ള എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സംഗീത് സത്കേല ഇവിടെയുള്ള ഒരു ട്രക്കിലുമില്ല. കാറ്റ് നിറച്ച പന്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഏത് സമയം ഇങ്ങനെ പൊങ്ങി പോരും. മനസ്സിലായോ? സാറ് പറഞ്ഞു വന്നതേ അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞെന്നാ. സംഗീത് ചക്കേല ഇവിടെ നിൽക്കുന്ന ഒരു ട്രക്കിനകത്തും ഇല്ലെന്നാ പറയുന്നേ. അതേതായാലും സമാധാനായി. എന്നാലും നമ്മൾ അലേർട്ട് ആയിരിക്കണം. ഡേഞ്ചറിന്റെ സിഗ്നലോ? ഏതോ ഒരു വഴിയിലൂടെ സംഗീത് സത്കൽ അകത്ത് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. പക്ഷെ എങ്ങനെ?
ദാ എത്തിക്കഴിഞ്ഞു സംഗീത് ചക്കേല. ഇനി ഞാൻ എല്ലാവരെയും എന്റെ അടിമകളാക്കി മാറ്റും. ഡ്രൈവറെ വണ്ടി ഓടിക്ക്. ഇന്നത്തെ ഈ ഷോ ഇവന്മാർ ഒരിക്കലും മറക്കരുത്. ഇന്നിപ്പോ സംഗീതത്തിന്റെ പെരുമഴ ഇവര് കാണാൻ പോവുകയാണ്. എത്തിക്കഴിഞ്ഞു സംഗീത് ചക്കേല. എന്നെ നിങ്ങൾ ഗുരുവായി ഏൽക്കണം. എന്നിട്ട് എല്ലാവരും എന്റെ ശിഷ്യന്മാരായി മാറ്. ഇപ്പൊ നിന്റെ ഈ കാർണിവൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. ഇത്തവണ ഞാനും ടോട്ടൽ പ്ലാനിങ്ങോടെയാ വന്നിരിക്കുന്നേ. വേഗം അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ റെഡിയല്ലേ? ഇന്നവൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. യെസ് കീക്കോ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 464. ഗുഡ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 464. നീ എന്റെ ബോംബുകളെ വേസ്റ്റ് ബോംബാക്കി മാറ്റിയെന്ന് വിചാരിച്ച് വിജയിച്ചെന്ന് കരുതണ്ട. എന്റെ ഈ ചെറിയ ബ്ലോ മതി. അത് ഈ ഫ്ലൂട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തെറിച്ചു കളയും. ബഡി, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 567. ഷുവർ ബ്രോ. നീ ശരിക്കും ടോട്ടൽ പ്ലാനിങ് ചെയ്തിട്ടാ വന്നിരിക്കുന്നതല്ലേ? പക്ഷെ ഇപ്രാവശ്യം എന്റെ ഹാർമോണിയത്തിന്റെ ഡെൻസിറ്റി 10 ടൈംസ് പവർഫുൾ ആണ്. ഇന്നാ പിടിച്ചോ എന്റെ ഹാർമോണിയത്തിന്റെ മാഗ്നറ്റിക് റേസ്. ഇതിൽ നിന്നും രക്ഷപ്പെട്ട് കാണിക്ക് നോക്കട്ടെ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് നിന്റെ ടോട്ടൽ സിസ്റ്റത്തെയും മാൽ ഫംഗ്ഷൻ ചെയ്തേക്കും. ഇനി നിന്റെ ഈ പവർ വെച്ച് സൺസിറ്റിയെ രക്ഷിക്കാനൊന്നും പറ്റില്ല. എന്നെ ഗുരുവായി ഏറ്റോളൂ. നിങ്ങൾ എല്ലാവരും എന്റെ ശിഷ്യന്മാരായി മാറ്. ഇപ്പൊ നിന്റെ കൂട്ടുകാരൻ പോലും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ഇന്ന് ഞാനല്ല, നീയാണ് സറണ്ടർ ആവാൻ പോകുന്നത് കീക്കോ. ഇനി ഞാൻ എന്റെ ബോംബുകൾ യൂസ് ചെയ്ത് ഈ സൺസിറ്റി മൊത്തം നശിപ്പിക്കാൻ പോവുക. ചേടാ, അതിന്റെ സിസ്റ്റം ഞാൻ മാൽ ഫംഗ്ഷൻ ചെയ്തതാണല്ലോ. ഇവൻ അറിയില്ല നമ്മൾ സൂപ്പർ സ്പീഡോയുടെ അടുത്ത് ജാമേഴ്സ് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഏതൊരു ഇലക്ട്രോമാഗ്നറ്റ് റേയും സൂപ്പർ സ്പീഡോയെ ബാധിക്കില്ല. ട്രിക്ക് കൊണ്ട് കാര്യം സാധിക്കാൻ പറ്റുന്നിടത്ത് കിക്കിന്റെ യാതൊരു ആവശ്യവും ഉണ്ടാവില്ല, അല്ലേ? ആ അതേന്നെ, ഞാനും ആക്ടിങ് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. ഒരുപാട് ഫാന്റാസ്റ്റിക്. അപ്പൊ ഈ സന്തോഷം ആഘോഷിക്കാൻ ഞാൻ വിളിച്ചോട്ടെ.